ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാക്കി ഈ സംസ്ഥാന BJP നേതൃത്വം അംഗീകരിച്ചു. അതിൻ്റെ പ്രഖ്യാപനം ഇന്നലെ രാത്രിയാണ് വന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമുണ്ടായി. കാരണം ഏതാനും നാളുകളായിട്ടുള്ളൂ ഞങ്ങൾ BJPയിൽ ചേർന്നിട്ട്. പക്ഷെ പെട്ടെന്ന് ഇത്രയും ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഞങ്ങളിൽ നിന്നുള്ള ഒരു എളിയ ആളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് BJP നേതൃത്വം കാണിച്ച ആ ഒരു സന്മനസ്സിന് ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കണം. അതിന് നന്ദി പറയുകയും ചെയ്യണം. ഒരുപോലെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പദവിയിലേക്ക് BJP എടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ കരച്ചിലാവുന്നുണ്ട്. അപ്പം അത്രയും നല്ലൊരു സംഭവത്തിലേക്ക് ഞങ്ങളുടെ ഈ ഒരാളെടുത്തതിൽ ഞങ്ങൾ BJPനോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. ഈ ഞങ്ങൾക്ക് വളരെയധികം പിന്നെ ഇവിടെ ആരും എന്ത് വിചാരിച്ചാലും നടക്കൂല. എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല. ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് ഇവിടെ. ശക്തമായ ടീമാണ്. പിന്നെ അടിച്ച് പൊളിയായിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വേണം ഇവിടെ. നമസ്കാരം. മുനമ്പത്ത് നിന്ന് BJPക്ക് ഒരു സംസ്ഥാന കാര്യകർത്താവ് ഉണ്ടാവുകയാണ്. മുനമ്പം സമരം അല്ലെങ്കിൽ വഖഫ് ബോർഡിനെതിരെ ശക്തമായിട്ടുള്ള സമരം ഉണ്ടായി രാജ്യം മുഴുവൻ ശ്രദ്ധയാകർഷിച്ച ഒരു സ്ഥലം കൂടിയാണ് മുനമ്പം. ഈ സമയത്ത് മുനമ്പത്തെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഫിലിപ്പ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ഈ സമയത്ത് മുനമ്പം ജനതയ്ക്ക് എന്താണ് പറയാനുള്ളത്? ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോൾ BJP ആണ് മുനമ്പം സമരത്തിൽ നിങ്ങൾക്ക് ഒപ്പം നിന്ന് പ്രവർത്തിച്ച് പോരാടി നിങ്ങൾക്ക് വേണ്ട ആദ്യത്തെ ഒരു സംഭവം ഈ വഖഫ് ബില്ല് നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കിയത്. അപ്പോൾ BJPയിലേക്ക് ഇവിടെ നിന്ന് നിരവധി ആളുകൾ മെമ്പർഷിപ്പ് സ്വീകരിച്ച് മുന്നോട്ട് വന്നിരുന്നു. കൂട്ടത്തിൽ ഇപ്പോൾ BJPയുടെ സംസ്ഥാന കാര്യകർത്താവായിട്ട് ഒരു വ്യക്തി ഇവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്, ഫിലിപ്പ് ജോസഫ്. എന്താണ് പറയാനുള്ളത് ഈ ഒരു സമയത്ത്? ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്, ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഈ ഞങ്ങളുടെ ഈ 3.5 വർഷത്തോളമായി ഞങ്ങൾ ഈ വഖഫ് എന്ന് പറയുന്ന ഈ ദുർബോധത്താൽ ഇവിടെ ഈ എല്ലാ ജനങ്ങളും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇവിടെ കുറേ പേര് ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ വഖഫ് ഭേദഗതി നിയമം അനുസരിച്ചാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അതുകൊണ്ടാണ് ഈ ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും കിരൺ റിജിജുവിനോടൊക്കെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗം പേരും BJPയിൽ ചേർന്നത്. കാരണം ഈ പ്രദേശത്ത് ഒറ്റ ആൾ BJPക്കാരുണ്ടായിരുന്നില്ല ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ. കാരണം എല്ലാവരും ഒന്നല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിലാണ് ഇവിടെ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ഞാനും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ ഒരാൾ പോലും ഇവിടെ വന്ന് ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നില്ല. കാരണം ഈ 610 കുടുംബങ്ങൾ ഇവിടെ കിടന്ന് ഈ വഖഫിൻ്റെ ദുരിതത്തിൽ കിടന്ന് വലിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്നാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ വഖഫ് നിയമം മൂലമായി ഇനി രക്ഷയുള്ളൂ എന്നുള്ളത് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾ അതോടുകൂടിയാണ് ആ പാർട്ടിയിൽ ചേർന്നത്. അതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്കുണ്ടായ അവരോടുണ്ടായ നന്ദി പ്രകടിപ്പിക്കാനുണ്ടായ ഒരു അവസരം. ഇപ്പോൾ ഈ സമരത്തിൽ പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന അല്ലെങ്കിൽ ആ സമരത്തിന് മുഖ്യമായിട്ട് ഞങ്ങളുടെ കൂടെ നേതൃത്വം നൽകിയിരുന്ന വെച്ചാൽ ഫിലിപ്പ് ജോസഫിനെ ഇപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാക്കി ഈ സംസ്ഥാന BJP നേതൃത്വം അംഗീകരിച്ചു. അതിൻ്റെ പ്രഖ്യാപനം ഇന്നലെ രാത്രിയാണ് വന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷമുണ്ടായി. കാരണം ഏതാനും നാളുകളായിട്ടുള്ളൂ ഞങ്ങൾ BJPയിൽ ചേർന്നിട്ട്. പക്ഷെ പെട്ടെന്ന് ഇത്രയും ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഞങ്ങളിൽ നിന്നുള്ള ഒരു എളിയ ആളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് BJP നേതൃത്വം കാണിച്ച ആ ഒരു സന്മനസ്സിന് ഞങ്ങൾ എല്ലാവരും കടപ്പെട്ടിരിക്കണം. അതിന് നന്ദി പറയുകയും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയാണ് BJPക്കാർ ഏറ്റവും അധികം ഈ പാർലമെൻറ്റിലായാലും ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഒരു 5-6 കേന്ദ്രമന്ത്രിമാർ, സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ, അതുപോലെ JPC കമ്മിറ്റിയിലുള്ള മെമ്പർമാർ, അങ്ങനെ സകല BJPയുടെ നേതൃത്വത്തിലുള്ള പലരും വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഐക്യദാർഢ്യം അവർ പ്രകടിപ്പിക്കാൻ കാരണം ഈ BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ നിയമം മൂലമാണ് ഞങ്ങൾക്ക് രക്ഷയുണ്ടാവും എന്നുള്ളത് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞങ്ങൾ സംശയിച്ചിരുന്നു. കാരണം ഇവിടെ ഒറ്റ കാര്യം ഞാൻ പറയാം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ കുറേ MLA കൂടി ഇവിടെ വന്ന് പല പ്രാവശ്യം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടുത്ത പ്രദേശത്ത് ഒരു സമ്മേളനം നടത്തി 10 മിനിറ്റ് കൊണ്ട് ഇത് പ്രശ്നം തീർക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു പോയി. നിയമസഭയിൽ എന്നിട്ട് 140 MLA
ഈ വകുപ്പിന് വേണ്ടിയാണ് പ്രമേയം പാസ്സാക്കിയത്. അതിനുശേഷം ഈ ഹൈബിയുടെ തന്നെ പല പ്രാവശ്യം പറഞ്ഞ് ഞാൻ മുൻപത്തുകാരുടെ കൂടെയാണ്. പാർലമെൻറ്റിൽ ഈ വകുപ്പ് ഭേദഗതിക്ക് നിയമം അവിടെ പാർലമെൻറ്റിൽ പാസ്സാക്കാൻ ചർച്ചയ്ക്ക് എടുത്തപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഈ കേരളത്തിൽ നിന്ന് 20 എംപിമാരിൽ സുരേഷ് ഗോപി ഒഴിച്ച് ബാക്കി എല്ലാ സകല എംപിമാരും ഈ വകുപ്പിന് വേണ്ടിയിട്ടാണ് അവിടെ വാദിച്ചത്. ഈ ഹൈബീഡൻ അവിടെ പാർലമെൻറ്റിൽ കിടന്ന് കാണിച്ച ഒച്ചപ്പാടും ബഹളവും വകുപ്പിന് വേണ്ടി വാദിച്ച എല്ലാ കാഴ്ചകളും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള കേരളത്തിലുള്ള ബിഷപ്പുമാർ ഈ കേക്കുമായിട്ട് BJPക്കാർ വരുമ്പോൾ സ്വീകരിക്കരുത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി കേക്കുമായിട്ട് പോയി കാണരുത്, ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പ്രധാനമന്ത്രിയുടെ കൂടെ. ഈ പ്രധാനമന്ത്രിയുടെ കൂടെ ഈ ബിഷപ്പുമാർ കേക്കുമായിട്ട് ചെന്നില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ഇല്ലാണ്ടായി പോകുന്നില്ല. ഇതേപോലെയുള്ള വിഡിത്തരമൊക്കെ നിന്ന് വിളമ്പുകയും ഈ മുനമ്പത്തിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ MP ആയ ഹൈബീഡൻ സാധിച്ചിട്ടില്ല. ഈ പ്രതിപക്ഷ നേതാവ് ശ്രദ്ധിച്ചിട്ടില്ല. ഈ 10 മിനിറ്റ് ഒന്ന് ഇവിടെ വന്ന് പറയും. ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങളിവിടെ 100 മേലെ ആളുകൾ നിരാഹാരം ഇരിക്കുകയും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള കുറേ കോൺഗ്രസ് MLA-മാരുമായിട്ട് അദ്ദേഹം ഇവിടെ വന്ന് കുറേ നേരം ഇരുന്നു. പക്ഷേ ഈ നാടകമൊക്കെ കളിക്കണത് എന്തിനാണെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. അവർക്കെല്ലാവർക്കും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മുസ്ലിം വോട്ടിൻ്റെ പുറകെയാണ് ഇവരെല്ലാവരും പോണതെന്നുള്ളത് ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇവിടെ വന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പൊറോട്ട നാടകമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ 2 കന്യാസ്ത്രീമാർ അവർ ചതിയിൽപ്പെട്ട് പോയതായിരിക്കുള്ളൂ ചിലപ്പോൾ അവിടെ ഈ ഛത്തീസ്ഗഡിൽ. ആ കന്യാസ്ത്രീമാർക്കുണ്ടായ ദുരനുഭവം ഞങ്ങളെയും കൂടി വേദനിപ്പിക്കുന്നതാണ്. അതായത് ഞങ്ങൾ ക്രിസ്ത്യാനികളായ ഞങ്ങളെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ ആ ജയിലിൻ്റെ പുറത്ത് ഈ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും കൂടി ചെന്ന് കാണിച്ച ആ പൊറോട്ട നാടകം അതില്ലായിരുന്നെങ്കിൽ 2-3 ദിവസത്തിന് മുമ്പെങ്കിലും അവർക്ക് ജാമ്യം കിട്ടി പോരാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നാടകങ്ങൾ മാത്രമേ അവരെ കൊണ്ട് നടക്കുകയുള്ളൂ. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ BJP ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അത് നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കുകയുള്ളൂ. കിരൺ റിജിജുവിനോ അല്ലെങ്കിൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും നിരന്തരമായിട്ട് ഇവിടെ വരികയും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന കേന്ദ്രമന്ത്രിമാരെ കണ്ട് ഈ വകഭേദഗതി നിയമം എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ചട്ടങ്ങൾ രൂപീകരിക്കാനും എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഷോൺ ജോർജും ഇതേപോലെയുള്ള വ്യക്തികളോടുകൂടെ അവരുടെ കൂടെ ചേർന്ന് നിൽക്കാനാണ് ഈ ഭാഗത്തുള്ള ഈ 610 കുടുംബങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോഴും റെഡിയായി നിൽക്കുന്നത്. അതിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇതിലുള്ള ഒരു സഹോദരനെ BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ എല്ലാ നേതാക്കന്മാർക്കും BJPയുടെ കേന്ദ്രത്തിലോ മുതലുള്ള ഇവിടെ സംസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാ നേതാക്കന്മാർക്കും ഞങ്ങളുടെ കടപ്പുറത്തുള്ള ജനങ്ങളുടെ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ്റെ ബാല്യകാല സുഹൃത്ത് മുനമ്പ് സമരത്തിലെ മുഖ്യമായിട്ട് മുന്നിൽ നിന്ന ആളാണ് ഈ ഫിലിപ്പ് ജോസഫ്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സമയത്ത്? ഹാപ്പിയാണോ? ഞങ്ങൾക്ക് ഈ ഇതിലും വലിയൊരു ഹാപ്പി ഇനി കിട്ടാനില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഞങ്ങളിലൊരു പോലെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പദവിയിലേക്ക് BJP എടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ കരച്ചിലാവുന്നുണ്ട്. അപ്പം അത്രയും നല്ലൊരു സംഭവത്തിലേക്ക് ഞങ്ങളുടെ ഈ ഒരാളെടുത്തതിൽ ഞങ്ങൾ BJPനോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. ഈ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇനി മുന്നോട്ട് പോകുന്നൊരു സമയത്ത് ഇദ്ദേഹത്തിന് എത്രത്തോളം വലിയ പിന്തുണ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും? കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ മുൻഗണന കൊടുക്കുമോ? ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു, അതായത് പള്ളിപ്പുറം പഞ്ചായത്ത് തന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിനെ കൊണ്ടുപോകും. അതാണ് ഞങ്ങളുടെ ഒരു എന്നുവെച്ചാൽ പള്ളിപ്പുറം പഞ്ചായത്തിലാകെ ഒരാളാണ് BJPയുടെ മെമ്പറുള്ളത്. പള്ളിപ്പുറം പഞ്ചായത്തിൽ പല വാർഡുകളിലും 5-6 വോട്ടിന് BJP 2ാം സ്ഥാനം നിൽക്കുകയാണ്. അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി പള്ളിപ്പുറം പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന് ഞങ്ങളും കൂടി തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങളാക്കി എടുക്കും. വലിയ പ്രവർത്തനം നടത്തും. അതെ, അവർ ഈ പള്ളിപ്പുറം പഞ്ചായത്തിൽ അത്ര നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് ഞങ്ങളുള്ള. ഇപ്പോൾ ഈ വാർഡിൽ നിരവധി ക്രൈസ്തവർ BJPക്കൊപ്പം വന്നു കഴിഞ്ഞു. ഇനിയും നിരവധി ആളുകൾ വരാനുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് BJPയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമോ? അതെ, വളരെ കുറവ് ആളല്ല ഇനി വരാനുള്ളൂ. ഏകദേശം ആളൊക്കെ അത് അറിയാമല്ലോ എല്ലാവരും. ആ രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനവും ഞങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. എല്ലാവരും അതേപോലെ. കാരണം മറ്റുള്ളവർ അങ്ങനെയാണ് അതെങ്ങനെ വെച്ചാൽ വെറുതെ വാക്കുകൊണ്ടും പറഞ്ഞുകൊണ്ട് പോകണം, അല്ലാണ്ട് ഇവിടുത്തെ പ്രവർത്തനമൊന്നുമില്ല. ഇവിടെ തന്നെ ഇപ്പോൾ ഈ അടുത്തൊരു ചെല്ലാനം രൂപപ്പെടാൻ വേണ്ടിവിടെ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറായി തുടങ്ങി ഈ മുനമ്പം വരെയുള്ള മേഖല മൊത്തം ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചാൽ ആ രീതിയിലേക്ക് വരണം. അപ്പോൾ ഞങ്ങൾ സമരമുറയ്ക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു.
വെച്ചാൽ ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ ചെല്ലാനം എന്ന് പറയുന്ന ഈ മുനമ്പത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഒരു പാർട്ടിക്കാരും ഇന്ന് വരെയായിട്ട് നിന്നില്ല. ഞങ്ങൾ അതിന് ശക്തമായിട്ടുള്ള സമരം തുടങ്ങാൻ വേണം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇപ്പോൾ ഫിലിപ്പ് ജോസഫ് അദ്ദേഹം BJP-യുടെ സംസ്ഥാന ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സമയത്ത്? ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഞങ്ങൾക്ക് ഇവിടെ ഒരു നേതാവിനെ കിട്ടിയതിൽ ഞങ്ങളതിൽ ഭയങ്കര സന്തോഷവാന്മാരാണ് എല്ലാവരും. നിങ്ങളെ മുനമ്പം ജനതയെ പല സമയങ്ങളിൽ പല ആളുകൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ ഒരു സമരമായി മുന്നോട്ട് പോകുമ്പോൾ. പ്രത്യേകിച്ച് ഫിലിപ്പേട്ടനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു മറുപരുന്നായോ? പിന്നെ ഇവിടെ ആരും എന്ത് വിചാരിച്ചാലും നടക്കൂല. എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് അത്ര നല്ല സന്തോഷത്തിലാണ് ഇവിടെ. ശക്തമായ ടീമാണ്. പിന്നെ അടിച്ച് പൊളിയായിട്ട് ഞങ്ങളെ പടക്കം പൊട്ടിക്കാൻ വേണം ഇവിടെ. അത് ശരി. മുനമ്പത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് BJP-ക്ക് ഒരു സംസ്ഥാന കാര്യകർത്താവ് എത്തിയിരിക്കാം. അതിൽ ഏറ്റവും വലിയ രീതിയിൽ ഈ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരുടെ ഒരു വലിയ പോരാട്ടം ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു സന്തോഷത്തിലാണ് അവർ. വഖഫ് വിഷയത്തിൽ അവരുടെ പകുതി ഏകദേശം ഒരു 90% വിഷയം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇനി പുറത്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതുകൂടി ആയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഹാപ്പിയാണ്. രണ്ടാമത്തത്, മുനമ്പത്തെ ഈ ഒരു സമര വിഷയമുണ്ടായ സമയത്ത് LDF-ൻ്റെയും UDF-ൻ്റെയും അവരുടെ എല്ലാ കള്ളക്കളികളും പൊളിഞ്ഞു. അത് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഫിലിപ്പ് ജോസഫിനെ പോലെയുള്ള ഒരാൾ BJP-യുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ഒരു ചുമതലയിലേക്ക് വരാനുണ്ടായൊരു സാഹചര്യം. മുനമ്പത്ത് നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.